നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFന് വമ്പിച്ച ഭൂരിപക്ഷം ലഭിക്കുമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. വിവിധ പരിപാടികളോടെ കോൺട്രസ്റ്റ് കണ്ണാശുപത്രിയിൽ ലോക ഗ്ലോക്കോമ വാരാചരണം. നെറുങ്കൈതക്കോട്ട മേക്കോട്ട ഭഗവതി ക്ഷേത്രത്തിലെ നവീകരണ കലശത്തിനും താലപ്പൊലി ഉത്സവത്തിനുമുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ. നടുവട്ടത്ത് ഉപയോഗശൂന്യമായിരുന്ന കിണറിടം തണലിടമായി മാറി. INS ഉദയൻ അനുസ്മരണം കോഴിക്കോട്ട്. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFന് വമ്പിച്ച ഭൂരിപക്ഷം ലഭിക്കുമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. TP ചന്ദ്രശേഖരൻ വധം തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവുന്നത് സ്വാഭാവികമാണെന്നും തിരുവഞ്ചൂർ കോഴിക്കോട്ട് പറഞ്ഞു. സ്വാഭാവികമായിട്ട് വരുമല്ലോ. കാരണം നമ്മളുടെ രാഷ്ട്രീയ രംഗത്ത് വളരെ സജീവമായി നിന്ന ഒരാളിനെ പച്ചയ്ക്ക് വെട്ടിക്കൊന്നതല്ലേ. അതിനെക്കുറിച്ചൊരു തർക്കം ആർക്കും ഇല്ലല്ലോ. ആദ്യം കൊലപാതകത്തിൽ ഞങ്ങൾക്ക് പങ്കില്ല എന്ന് പറഞ്ഞൊഴിയാൻ ശ്രമിച്ചവരുണ്ട്. വേറൊരു കള്ളക്കഥ കൊണ്ടുവന്നിട്ട് അത് രാഷ്ട്രീയ കൊലപാതകമല്ല എന്ന് വരുത്താൻ ശ്രമിച്ചവരുണ്ട്. അതിനുശേഷം കോടതിയിൽ എല്ലാ വിധത്തിലുള്ള പരിശ്രമങ്ങളും നടത്തി. ഇതെല്ലാം ഉണ്ടായിട്ടും അവർക്ക് ശിക്ഷ ട്രയൽ കോടതി കൊടുത്തു. ട്രയൽ കോടതിയിൽ കൊടുത്ത ശിക്ഷയെ സംബന്ധിച്ച് അതാണ് അപ്പീൽ വന്നത്. ആ അപ്പീലാണിപ്പോൾ ഹൈക്കോടതി വീണ്ടും വിധിച്ചത്. അപ്പോൾ ഞങ്ങളന്ന് കള്ളക്കഥകൾ ഉണ്ടാക്കിയതാണെന്നും ബോധപൂർവമായി മാർക്സിസ്റ്റ് പാർട്ടിയെ കുറ്റപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രമിച്ചതാണെന്നും അവരെ പ്രതിപ്പട്ടികയിൽ വരുത്തിയതാണ് എന്നൊക്കെയായിരുന്നല്ലോ പ്രചരണം വന്നത്. പക്ഷേ അപ്പീൽ കോടതിയുടെ വിധി വന്നതോടുകൂടി ആ പ്രചരണമെല്ലാം തകർന്ന് തരിപ്പണമായിപ്പോയി. ഐക്യജനാധിപത്യ മുന്നണിക്ക് വമ്പിച്ച ഭൂരിപക്ഷം ഇപ്രാവശ്യവും കേരളത്തിൽ കിട്ടും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ലോക ഗ്ലോക്കോമ ദിനാചരണം കോൺട്രസ്റ്റ് കണ്ണാശുപത്രിയിൽ വിവിധ പരിപാടികളോടെ നടത്തി. ബോധവൽക്കരണ റാലിയും ഫ്ലാഷ് മോബുമായിരുന്നു പ്രധാന പരിപാടികൾ. ഡോക്ടർമാരും ജീവനക്കാരും പരിപാടികളിൽ പങ്കെടുത്തു. ലോക ഗ്ലോക്കോമ വാരത്തിന്റെ ഭാഗമായി കോഴിക്കോട് കോൺട്രസ്റ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് കണ്ണാശുപത്രിയിലെ ഡോക്ടർമാരും സ്റ്റാഫ് അംഗങ്ങളും ഗ്ലോക്കോമ റാലി നടത്തി. കണ്ണിനെ ബാധിക്കുന്ന ഗ്ലോക്കോമ അസുഖം കാഴ്ചയെ കൊല്ലുന്ന നിശബ്ദ കൊലയാളിയാണെന്നും രോഗത്തെ നേരത്തെ തിരിച്ചറിഞ്ഞാൽ ചികിത്സിച്ച് അന്ധതയിൽ നിന്നും മോചിതരാകാമെന്നുമുള്ള സന്ദേശം സമൂഹത്തെ ബോധവൽക്കരിക്കുന്നതിനാണ് റാലി സംഘടിപ്പിച്ചത്. തുടർന്ന് സ്റ്റാഫ് അംഗങ്ങളുടെ ഫ്ലാഷ് മോബും നടന്നു. ഗ്ലോക്കോമ വിഭാഗം മേധാവി ഡോക്ടർ ബിന്ദു എസ് അജിത്ത്, ജനറൽ മാനേജർ ഗ്രൂപ്പ് ക്യാപ്റ്റൻ KVM അഷറഫ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നെറുങ്കൈതക്കോട്ട മേക്കോട്ട ഭഗവതി ക്ഷേത്രത്തിലെ നവീകരണ കലശത്തിനും താലപ്പൊലി ഉത്സവത്തിനുമുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. 8 ദിവസങ്ങളിലായി നടക്കുന്ന വിവിധ ചടങ്ങുകളെക്കുറിച്ചും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചു.
നെറുങ്കൈതക്കോട്ട അയ്യപ്പ ക്ഷേത്രത്തിൽ ദ്രവ്യകലശത്തിന്റെ ഭാഗമായ പുനഃപ്രതിഷ്ഠ എന്നിവയാണ് പ്രധാന ചടങ്ങുകൾ. തന്ത്രി തോട്ടുവ മൂത്തേടത്ത് നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് 3 ദിവസങ്ങളിലായി അയ്യപ്പ ക്ഷേത്രത്തിൽ ചടങ്ങുകൾ നടക്കുക. അയ്യപ്പ ക്ഷേത്രത്തിലെ ചടങ്ങുകൾ പൂർത്തിയായ ശേഷം മാർച്ച് 17 വൈകിട്ട് മേക്കോട്ട ഭഗവതി ക്ഷേത്രത്തിൽ നവീകരണ കലശത്തിന്റെ ചടങ്ങുകൾ ആചാര്യവരണത്തോടെ ആരംഭിക്കും. ശുദ്ധിക്രിയകളും പ്രായശ്ചിത്ത ഹോമങ്ങളും കലശപൂജകളും അഭിഷേകങ്ങളും ഉൾപ്പെടെ 6 നാൾ നീണ്ടു നിൽക്കുന്ന പുനഃപ്രതിഷ്ഠയോടുകൂടിയ നവീകരണ കലശമാണ് മേക്കോട്ടയിൽ നടക്കുക. മേക്കോട്ട ക്ഷേത്രം തന്ത്രി ചിറമംഗലത്ത് നാരായണൻ നമ്പൂതിരിപ്പാട് ആചാര്യസ്ഥാനം അലങ്കരിക്കും. കേരളത്തിലെ പ്രമുഖ താന്ത്രിക ആചാര്യന്മാർ യജ്ഞത്തിൽ ഭാഗമാകും. സമാപന ദിവസമായ മാർച്ച് 22 പുതിയ ആരാധനാപീഠത്തിൽ മേക്കോട്ടയിൽ ഭഗവതിയുടെ പുനഃപ്രതിഷ്ഠയും നടക്കും. ഉത്സവ പരിപാടികളുടെ ഭാഗമായി നടക്കുന്ന സാംസ്കാരിക സമ്മേളനം മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി ഉദ്ഘാടനം ചെയ്യും. മുഖ്യാതിഥിയായ ബ്രഹ്മശ്രീ ആഴ്വാഞ്ചേരി കൃഷ്ണൻ തമ്പ്രാക്കൾ ചടങ്ങിൽ ഭദ്രദീപം തെളിയിക്കും. തുടർന്ന് താലപ്പൊലി ഉത്സവ ചടങ്ങുകൾ ആരംഭിക്കുമെന്നും ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഫറോക്ക്. ഉപയോഗശൂന്യമായിരുന്ന കിണറിടം നടുവട്ടത്തിന് തണലിടമായി മാറുകയാണ്. കിണറ്റിൻകരയിലെ കൊച്ചു വർത്തമാനങ്ങളും തമാശകളുമായി സുഹൃത്തുക്കൾ ഇനി ഇവിടെ സജീവമാകും. ആകർഷകമായി തണലും ഇരിപ്പിടങ്ങളും ഒരുക്കിയ കിണർ പരിസരം മേയർ ബീന ഫിലിപ്പ് സമർപ്പിച്ചു. ഏറെക്കാലം നാട്ടുകാർക്ക് വറ്റാത്ത കുടിവെള്ള സ്രോതസ്സായിരുന്നു നടുവട്ടത്തെ പൊതുകിണർ. പൈപ്പ് വെള്ളം സുലഭമായതോടെ ഉപയോഗശൂന്യമായി പോയ ആ കിണറിന്റെ പരിസരം ഇനി മുതിർന്ന പൗരന്മാർക്കുള്ള തണലിടമാണ്. സൗകര്യപ്രദമായ ഇരിപ്പിടങ്ങൾ ഒരുക്കി മതിലുകളിൽ വർണ്ണശബളമായ ചിത്രങ്ങൾ വരച്ച് പൂച്ചെടികൾ നിരത്തി പാഷൻ ഫ്രൂട്ട് വള്ളിച്ചെടികൾ കൊണ്ടൊരു മേലാപ്പുമൊരുക്കി നാട്ടുകാർക്ക് സമർപ്പിച്ചു. മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. എന്ത് ചെയ്യുമ്പോഴും പണം ചെലവാക്കുന്നതോടൊപ്പം നമ്മുടെ സമയവും ചെലവഴിക്കുന്നു, നമ്മുടെ മനസ്സും അതിനോടൊപ്പം പോകുമ്പോൾ അത് ഏറ്റവും ഉദാത്തമായ ഒരു പ്രക്രിയയായിട്ട് മാറുകയാണ്. കുറേ പേര് അങ്ങനെയാണ് ചെയ്യുന്നത്. അവർക്ക് എപ്പോഴും കിടന്ന അയ്യോ നാളെ വെള്ളം വേണമല്ലോ, നാളെ നമ്മുടെ ആൾക്കാർ വരുമ്പോഴേക്കും ഇതൊക്കെ ഇവരൊക്കെ മനസ്സിലുണ്ട്. അവർ കൊടുക്കുന്ന ഒരു മനസ്സുണ്ട് ഈ പ്രവൃത്തിക്ക്. അതിനെ അങ്ങേയറ്റം വിലമതിക്കുന്നു. 50-ാം വാർഡ് കൗൺസിലറും നഗരാസൂത്രണ സ്ഥിരം സമിതി ചെയർപേഴ്സണുമായ കെ കൃഷ്ണകുമാരി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ സേതു ശിവശങ്കർ മുഖ്യാതിഥിയായി. അസിസ്റ്റന്റ് എഞ്ചിനീയർ ഫാസിൽ, മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം KV ശിവദാസൻ, മുൻ കൗൺസിലർ പേരോത്ത് പ്രകാശൻ, അഴക് കോർഡിനേറ്റർ കബീർ, ഫാത്തിമ സുഹറ, പ്രിയ, മുതിർന്ന പൗരന്മാരായ മനോഹരൻ, തിലകൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇമേജ് മൾട്ടിമീഡിയ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അധ്യാപകരും വിദ്യാർത്ഥികളുമാണ് പെയിന്റിംഗ് സൗജന്യമായി ചെയ്തു നൽകിയത്. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കോഴിക്കോടിന്റെ വലിയ ആഘോഷങ്ങൾക്കായി റിതം ഈവന്റ് ഗലേറിയ ആപ്രോൺ ഫെസിലിറ്റിയോട് കൂടിയ കോഴിക്കോട്ടെ ഏറ്റവും വലിയ മെയിൻ സ്റ്റേജ്, 1000-ലധികം സീറ്റിംഗ് കപ്പാസിറ്റി, പുഷ് ബാക്ക് സീറ്റ്സ്, ഇരുവശങ്ങളിലും LED വാളുകൾ, ക്ലൈമറ്റ് കൺട്രോൾ AC-യും ക്രിസ്റ്റൽ ക്ലിയർ സറൗണ്ട് സൗണ്ടും, വധുവിനും വരനുമായി പ്രത്യേകം മേക്കപ്പ് റൂമുകൾ, സ്പേഷ്യസ് ലോബി, VIP ഹാൾ, 300-ലധികം ആളുകൾക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന ഡൈനിങ് ഹാൾ, ഓപ്പൺ കിച്ചൺ, വാഷ്റൂം, സപ്പോർട്ടഡ് ക്ലീനിംഗ് സ്റ്റാഫ്, സെക്യൂരിറ്റി സർവീസസ്, വാലെ പാർക്കിംഗ്, ജനറേറ്റർ ബാക്കപ്പ്, വിശാലമായ കാർ പാർക്കിംഗ് തുടങ്ങി മറ്റ് ഫെസിലിറ്റികളും. റിതം ഈവന്റ് ഗലേറിയ, പുത്തൂർ മഠം, കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. INS പടക്കം ഓൾ കേരള ഡിസ്ട്രിബ്യൂട്ടറായിരുന്ന പുതിയങ്ങാടി പൊന്നംപറമ്പത്ത് ഉദയശങ്കറിനെ അനുസ്മരിച്ചു. ഉദയസ്മൃതി 2024 മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഉദയശങ്കറിന്റെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും കുടുംബാംഗങ്ങളും പങ്കെടുത്തു. സംഗീത വിരുന്നും അരങ്ങേറി. INS വേൾഡ് സ്ഥാപകനും കീബോർഡ് ആർട്ടിസ്റ്റുമായ ഉദയശങ്കറിന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് നടന്ന അനുസ്മരണം ഉദയസ്മൃതി 2024 മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. എളിയ നിലയിൽ ജീവിതം ആരംഭിച്ച് കഠിനാധ്വാനം കൊണ്ട് ബിസിനസ് മേഖലയിൽ വളർന്ന വ്യക്തിയാണ് അദ്ദേഹമെന്ന് മന്ത്രി പറഞ്ഞു. കോഴിക്കോട് നഗരത്തിന് ഒരു സവിശേഷതയാണ്. എല്ലാ കാലത്തും ആരെങ്കിലും ഒരാൾ എല്ലാവരുടെയും പ്രിയങ്കരനായി നഗരത്തിൻ്റെ പൊതു പരിപാടികൾ നോക്കാനും കാണാനും
സംഘടിപ്പിക്കാനും വിജയിപ്പിക്കാനും ശ്രമിക്കുന്ന ആളുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരാളാണ് അലിയൻസ് വേൾഡിൻ്റെ ഉടമസ്ഥൻ ശ്രീ ഉദയൻ. അദ്ദേഹം എളിയ രീതിയിലാണ് ജീവിതം ആരംഭിച്ചത്. കഠിനാധ്വാനം കൊണ്ടാണ് വലുതായത്. വലുതാവുക മാത്രമല്ല, ഒരു പ്രത്യേക വ്യവസായ മേഖലയിൽ സാമ്രാജ്യത്തിൻ്റെ രാജാവായി അദ്ദേഹത്തിന് നമ്മുടെ മുമ്പിൽ നിറഞ്ഞു നിൽക്കാൻ കഴിയുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അവരെ സ്മരിക്കേണ്ടതും അവർ കാണിച്ചു തന്ന വഴികളെക്കുറിച്ച് അന്വേഷിക്കേണ്ടതും പറ്റുമെങ്കിൽ ആ വഴിയിലൂടെ സഞ്ചരിക്കാനും ഇത്തരം അനുസ്മരണങ്ങൾ സഹായകമായി തീരട്ടെ എന്ന് ആശിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോട് എൻ്റെ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യം. തോട്ടത്തിൽ രവീന്ദ്രൻ MLA അധ്യക്ഷനായിരുന്നു. VKC മുഹമ്മദ് കോയ, സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് O രാജഗോപാൽ, M രാജൻ, ദീപക് ധർമ്മടം, ഹസൻ ഷാലിമാർ, ഗായകൻ PK സുനിൽകുമാർ, അയൻസ് വേൾഡ് മാനേജിംഗ് ഡയറക്ടർ ശങ്കർ ഉദയ, അമിത് ശങ്കർ എന്നിവർ സംസാരിച്ചു. ഉദയന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ലൈവ് ഓർക്കസ്ട്രയുടെ സംഗീത പരിപാടിയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ബേപ്പൂർ മണ്ഡലം കോൺഗ്രസ് നേതാവായിരുന്ന അഡ്വക്കേറ്റ് വിനോദ് കുമാറിന്റെ ചരമവാർഷികത്തിൽ പ്രവർത്തകർ അദ്ദേഹത്തെ അനുസ്മരിച്ചു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ദിനാചരണം KPCC ജനറൽ സെക്രട്ടറി PM നിയാസ് ഉദ്ഘാടനം ചെയ്തു. ബേപ്പൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി മുൻ പ്രസിഡന്റും മുൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമായിരുന്ന അഡ്വക്കേറ്റ് വിനോദ് കുമാറിന്റെ 1ാം ചരമവാർഷികം ബേപ്പൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PM നിയാസ് ഉദ്ഘാടനം ചെയ്തു. 20 വർഷക്കാലം കൊണ്ട് ബേപ്പൂർ പ്രദേശത്തിൻ്റെ മുഴുവൻ ജനങ്ങളുടെയും ഒരു വലിയ പ്രതീക്ഷയായി മാറിയ കോൺഗ്രസ് നേതാവാണ് അഡ്വക്കേറ്റ് വിനോദ് കുമാർ. അദ്ദേഹം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് മാത്രമല്ല, ഈ പ്രദേശത്തെ ഏത് ദുരിതമുണ്ടാകുമ്പോഴും പ്രയാസമുണ്ടാകുമ്പോഴും ഏറ്റവും മുൻപന്തിൽ നിൽക്കുന്ന കോൺഗ്രസിൻ്റെ മുഖമായിരുന്നു ശ്രീ വിനോദ്. ഈ മേഖലയിൽ കോൺഗ്രസിന് അതിശക്തമായ ഒരു നേതൃത്വമായി അദ്ദേഹത്തിന് മുന്നോട്ട് വന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ വിയോഗം പാർട്ടിക്ക് ഏറെ പ്രയാസം കഴിഞ്ഞ ഒരു വർഷമായി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഈ വിനോദ് കോൺഗ്രസിന് നൽകിയ ആ ശക്തമായ നേതൃത്വം അത് കോൺഗ്രസ് വിലമതിക്കുകയാണ്. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഭവന സ്മരണ മുമ്പിൽ ആദരങ്ങൾ. മണ്ഡലം പ്രസിഡന്റ് M ഷെറി അധ്യക്ഷനായിരുന്നു. ഡോക്ടർ MP പത്മനാഭൻ, DCC ജനറൽ സെക്രട്ടറി രമേശ് നമ്പിയത്ത്, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് രാജീവ് തിരുവച്ചിറ, AM അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. അന്തരിച്ച CPM നേതാവും തൊഴിലാളി സംഘടനാ നേതാവുമായിരുന്ന സിദ്ധാർത്ഥന് നാടിന്റെയും സഹപ്രവർത്തകരുടെയും അനുശോചന യോഗത്തിൽ കൗൺസിലർ വാടിയിൽ നവാസ് അധ്യക്ഷനായിരുന്നു. പൊന്നത്ത് ദേവരാജൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. ഹെഡ്ലോഡ് വർക്കേഴ്സ് യൂണിയൻ CITU ജില്ലാ നേതാവും ബേപ്പൂരിലെ CPIM നേതാവുമായിരുന്ന കളത്തുമാരത്ത് സിദ്ധാർത്ഥന്റെ നിര്യാണത്തെ തുടർന്ന് അനുശോചന യോഗം ചേർന്നു. കോർപ്പറേഷൻ കൗൺസിലർ വാടിയിൽ നവാസ് അധ്യക്ഷത വഹിച്ചു. പൊന്നത്ത് ദേവരാജൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. CITU കോഴിക്കോട് താലൂക്ക് കമ്മിറ്റി അംഗമായി ദീർഘകാലം പ്രവർത്തിച്ചു. പിന്നീട് ബേക്കറി തൊഴിലാളിയായും ബേക്കറി നടത്തിപ്പുകാരനായും പ്രവർത്തിച്ച സഖാവ് ഹോട്ടൽ ആൻഡ് പീഡിക തൊഴിലാളി യൂണിയന്റെ നേതൃനിരയിലും സജീവമായി യൂണിയൻ രംഗത്ത് പ്രവർത്തിക്കുകയുണ്ടായി. പിന്നീട് CPI സഖാവ് ഫിഷിംഗ് ഹാർബറിലെ ജോലി ഏറ്റെടുക്കുകയും ആ ജോലിയോടൊപ്പം ഹെഡ്ലോഡ് ജനറൽ വർക്കേഴ്സ് യൂണിയന്റെ CITUയുടെ സംസ്ഥാന ജനറൽ കൗൺസിൽ അംഗം, ജില്ലാ വൈസ് പ്രസിഡന്റ്, ഫറൂഖ് ഏരിയ സെക്രട്ടറി എന്ന നിലയിലും ഇപ്പോൾ പ്രവർത്തിച്ചു വരികയായിരുന്നു. ബേപ്പൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ 5 വർഷക്കാലം സഖാവിൻ്റെ സേവനം നടത്തിയിരുന്നു. അതുപോലെ തന്നെ ബേപ്പൂർ കയർ വ്യവസായ സഹകരണ സംഘം പ്രസിഡന്റ് എന്ന നിലയിലും സഖാവ് ദീർഘകാലം പ്രവർത്തിച്ചിട്ടുണ്ട്. സമൂഹത്തിലെ പിന്നോക്കം നിൽക്കുന്ന കർഷക തൊഴിലാളികളുടെ നേതൃനിരയിലേക്ക് ഇടക്കാലത്ത് സജീവ കടന്നു വരികയും ഈ രംഗത്തും സഖാവിന്റെ സേവനം, നിസ്തൂലമായ സേവനം ആ സംഘടനയ്ക്ക് ലഭിക്കുകയുണ്ടായി. CPM ഏരിയ സെക്രട്ടറി രാധാഗോപി, P പീതാംബരൻ, K അർഷാദ്, KV ശിവദാസൻ, N സദാശിവൻ, M ഗോപാലകൃഷ്ണൻ, N അനിൽകുമാർ എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ.
ചിത്രകലാ അധ്യാപികയായിരുന്ന സതി ശങ്കർ അധ്യാപന കാലത്ത് വരച്ച ശിഷ്യന്മാരുടെ ഛായാചിത്ര പ്രദർശനം മാർച്ച് 18 മുതൽ 22 വരെ അക്കാദമി ആർട്ട് ഗ്യാലറിയിൽ നടക്കും. സ്മൃതി ചിത്രങ്ങൾ എന്ന പ്രദർശനം ആർട്ടിസ്റ്റ് മദനൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ പറഞ്ഞു. ആ ടീച്ചറെ വിദ്യാലയങ്ങളിൽ പഠിപ്പിക്കുന്ന സമയത്ത് പഠനത്തിന്റെ ഭാഗമായി അന്ന് ക്ലാസ്സിലുണ്ടായിരുന്ന കുട്ടികളെ നോക്കി വരയ്ക്കാം, മുഖവര എന്ന രീതിയിൽ ആ ചിത്രങ്ങളുടെ ഒരു പ്രദർശനം കോഴിക്കോട് വെച്ച് നടത്തണമെന്ന് ആവശ്യപ്പെട്ട് ദീർഘകാലമായി മാഹി വിദ്യാഭ്യാസ വകുപ്പ് ചിത്രകലാ അധ്യാപികയായിരുന്ന കലൈമാമണി സതി ശങ്കർ സർവീസ് കാലത്ത് വരച്ച വിദ്യാർത്ഥികളുടെ 800ഓളം വരുന്ന ഛായാപടങ്ങൾ പ്രദർശിപ്പിക്കുന്നു. ഈ പ്രദർശനം അപൂർവമായ ഗുരു ശിഷ്യ ബന്ധത്തിൽ പിറന്ന സർഗാത്മക ബന്ധമാണെന്ന് ചിത്രകാരി പറഞ്ഞു. 6-7 പീരീഡ് ഒരു ദിവസം ഉണ്ടെങ്കിൽ ഒരു 4-5 കുട്ടികളെ ഒരു ദിവസം വരച്ചിട്ടുണ്ടാവും. അത് ക്ലാസ്സിലെ കുട്ടികൾക്ക് പഠന രീതിക്ക് വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. ക്ലാസ് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് എടുക്കും ആ ചിത്രം വരക്കാൻ. അതിന് മുമ്പേ ഞാൻ കുട്ടികളെ നോക്കുകയും പഠിക്കുകയും ചെയ്യുന്നുണ്ട്. കുട്ടികളെടുത്ത് പോകുന്നേരം കുട്ടികളുടെ ചിത്രങ്ങൾ ശരിയാക്കുന്നേരം ഏതെങ്കിലും ഒരു കുട്ടി എൻ്റെ മനസ്സിലൂടെ കടന്നു, എന്തെങ്കിലും കാരണത്താൽ കടന്നു പോകും. ആ സമയം ഇന്ന കുട്ടീനെ ഇന്ന് ചെയ്യാമെന്ന് തോന്നലുണ്ടാവും. അങ്ങനെയാണ് ഓരോ കുട്ടീനെയും ഞാൻ ഏത് ദിവസമായാലും തിരഞ്ഞെടുത്തിട്ടുള്ളത്. പ്രദർശനം കോഴിക്കോട് ലളിതകലാ അക്കാദമി ആർട്ട് ഗ്യാലറിയിൽ മാർച്ച് 18 ആർട്ടിസ്റ്റ് മദനൻ ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. 108 ആദിവാസി വിവാഹങ്ങളുമായി ധനലക്ഷ്മി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. ധനലക്ഷ്മി ഗ്രൂപ്പിന്റെ 100ാം ശാഖയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് സമൂഹ വിവാഹം സംഘടിപ്പിക്കുന്നതെന്ന് ധനലക്ഷ്മി ഗ്രൂപ്പ് സാരഥികൾ കോഴിക്കോട്ട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സൗത്ത് ഇന്ത്യയിൽ 100 ബ്രാഞ്ച് എന്നാണോ ധനലക്ഷ്മി ഇനോഗ്രേറ്റ് ചെയ്യപ്പെടുന്നത്, അതേ ദിവസം തന്നെ അല്ലെങ്കിൽ ആ സമയത്ത് തന്നെ 100ഓളം ആദിവാസി ഗോത്ര വിഭാഗത്തിൽപ്പെട്ട യുവതിയുവാക്കളുടെ ഒരു സമൂഹ വിവാഹം നടത്തുമെന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. ആ ഒരു സന്തോഷം ഇപ്പോൾ നമ്മുടെ 100ാമത്തെ ബ്രാഞ്ച് ഈ വരുന്ന മാർച്ച് 23-ാം തീയതി തിരുവനന്തപുരം കേശവദാസപുരം എന്ന സ്ഥലത്ത് വെച്ച് നമ്മൾ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുകയാണ്. സോ അതിനോടനുബന്ധിച്ച് മാർച്ച് 25-ാം തീയതി 108ഓളം വരുന്ന ആദിവാസി ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ കല്യാണം. ധനലക്ഷ്മി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് തിരുവനന്തപുരം വെങ്ങാനൂർ പൗർണമിക്കാവ് ക്ഷേത്രം എന്നിവ ചേർന്ന് 108 ആദിവാസി വിവാഹങ്ങൾ നടത്തുമെന്ന് ധനലക്ഷ്മി ക്രെഡിറ്റ് ഹെഡ് സുഹാസ് അമ്പാട്ട് പറഞ്ഞു. 25-ന് പകൽ 11-നും 12-നും ഇടയിലുള്ള മുഹൂർത്തത്തിൽ വെങ്ങാനൂർ പൗർണമിക്കാവ് ബാല ത്രിപുരസുന്ദരി ക്ഷേത്രത്തിലാണ് വിവാഹം നടക്കുക. താലി, മാല, മോതിരം, വിവാഹ വസ്ത്രങ്ങൾ, യാത്രാ സൗകര്യം, താമസം എന്നിവ ധനലക്ഷ്മി ഒരുക്കുമെന്നും സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. എലത്തൂർ നിയോജക മണ്ഡലം UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ കക്കോടി റൂബി ഓഡിറ്റോറിയത്തിൽ നടന്നു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. MC മൈൻ ഹാജി മുഖ്യാതിഥിയായിരുന്നു. പ്രമുഖ UDF നേതാക്കളും സമ്മേളനത്തിൽ സംബന്ധിച്ചു. ഇന്നത്തെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ യഥാർത്ഥത്തിൽ ഭാരതം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. ഭരണഘടന കേടുകൂടാതെ പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. BJPയുടെ ഒരു നേതാവ് ഇപ്പോൾ തന്നെ പറഞ്ഞു, ഞങ്ങൾ ഈ ഭരണഘടനയൊക്കെ മാറ്റിക്കളയുമെന്ന്. ഞങ്ങൾക്ക് 3/2 ഭൂരിപക്ഷം കിട്ടിയാൽ ഞങ്ങൾ മതനിരപേക്ഷത മാറ്റാൻ മടിക്കില്ല എന്നാണ് അവർ പറഞ്ഞത്. മതനിരപേക്ഷത എന്ന് പറയുന്നത് ഒരക്ഷരത്തിനകത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന കാര്യമല്ല. നൂറ്റാണ്ടുകളായി നമ്മൾ നടത്തിയ ധർമ്മസമരത്തിൻ്റെ പരിണിത ഫലമാണ് ഗാന്ധിജിയുടെ ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ മതനിരപേക്ഷത രാജ്യമായി നമ്മുടെ ഇന്ത്യ രാജ്യം മാറിയത്. സ്വാതന്ത്ര്യ സമരമെടുത്ത് നോക്കിയാൽ മതി. ആ സ്വാതന്ത്ര്യ സമരത്തിൽ എല്ലാ മതസ്ഥരായിട്ടുള്ള ആളുകൾ ഒരുമിച്ച് നിന്നിട്ടില്ല, എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഒറ്റക്കെട്ടായി നിന്നിട്ടില്ല. ജയിലുകളിലൊക്കെ സ്വാതന്ത്ര്യ സമര സേനാനികളെ അടയ്ക്കപ്പെട്ടപ്പോൾ അതിനകത്ത് ചെന്നപ്പെട്ടിട്ടുള്ള നമ്മളുടെ മഹാരഥന്മാരായ പൂർവികരെ കുറിച്ച് നിങ്ങൾ ആലോചിക്കണം.
ഒരു മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ അതൊക്കെ നടത്തിയത്? ഒരു ജാതിയുടെ അടിസ്ഥാനത്തിലാണോ? ഇന്ത്യൻ ജനതയുടെ ഉണർവായിരുന്നു. ആ ഉണർവിൻ്റെ മുൻപന്തിയിൽ എല്ലാ വിഭാഗവും ഒരുമിച്ച് നിന്നു. അതുകൊണ്ട് തന്നെയാണ് സ്വാതന്ത്ര്യം കിട്ടിക്കഴിയുമ്പോൾ ഈ ഭാരതത്തിന് സ്വാതന്ത്ര്യം നേടുന്നതിന് വേണ്ടി ഒരുമിച്ച് നിന്ന ആളുകളെല്ലാവരും ഇത് അവരുടെ സ്വന്തം നാടായി അനുഭവിക്കണം എന്ന തീരുമാനമെടുത്തുകൊണ്ട് നമ്മൾ മതനിരപേക്ഷത നമ്മുടെ ഭരണഘടനയുടെ ഭാഗമാക്കിയത്. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഗാന്ധിജിയെ വെടിവെച്ചു കൊന്ന നാഥുറാം ഗോഡ്സെയുടെ പാർട്ടിക്ക് ഇവിടെ ഗുജറാത്തിൽ കലാപമുണ്ടാക്കിയപ്പോൾ വംശീയ കലാപത്തിന് നേതൃത്വം കൊടുത്ത മോഡിയുടെ നേതൃത്വത്തിലുള്ള ആളുകൾക്ക് അവർക്ക് മതനിരപേക്ഷതയെക്കുറിച്ച് ചിന്തയേയില്ല. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ലോക കിഡ്നി ദിനാചരണം നടത്തി. നെഫ്രോളജി വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് പരിപാടി നടന്നത്. ഫ്ലാഷ് മോബും CME പ്രോഗ്രാമുകളും ദിനാചരണത്തിന്റെ ഭാഗമായി നടന്നു. നെഫ്രോളജി വിഭാഗം മേധാവി ഡോക്ടർ ജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. വേൾഡ് കിഡ്നി ഡേയുടെ ഭാഗമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഫ്ലാഷ് മോബും മറ്റ് പരിപാടികളും സംഘടിപ്പിച്ചു. നെഫ്രോളജി വിഭാഗം തലവൻ ഡോക്ടർ ജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. 2024 ഇപ്രാവശ്യത്തെ ലോക വൃക്ക ദിനത്തിൻ്റെ സന്ദേശം എന്തെന്നാൽ കിഡ്നി ഹെൽത്ത് ഫോർ ഓൾ. നമ്മുടെ വൃക്കകൾ ആരോഗ്യസ്ഥിതി എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്നും അതോടൊപ്പം തന്നെ ഈ വൃക്കരോഗ പരിചരണത്തിലും വൃക്കരോഗ ചികിത്സകളിലും തുല്യമായ പ്രാതിനിധ്യവും തുല്യമായ രീതിയിലുള്ള ചികിത്സ ലോകത്തെമ്പാടുമുള്ളവർക്കും എല്ലാ മുക്കിലും മൂലയുള്ള എല്ലാ രോഗികൾക്കും ഒരേപോലെ തന്നെ ചികിത്സ പ്രാപ്യമാക്കുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കാനായിട്ടാണ് നമ്മൾ ഡയാലിസിസ് ടെക്നീഷ്യൻസിനുള്ള CME പ്രോഗ്രാമും ഫിസിഷ്യൻസിനുള്ള CME പ്രോഗ്രാമും ദിനാചരണത്തിന്റെ ഭാഗമായി നടത്തി. ഡോക്ടർ ഹിജാസും പരിപാടിയിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന YouTube ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന് വമ്പിച്ച ഭൂരിപക്ഷം ലഭിക്കുമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. വിവിധ പരിപാടികളോടെ കോൺട്രസ്റ്റ് കണ്ണാശുപത്രിയിൽ ലോക ഗ്ലോക്കോമ വാരാചരണം. നെറുങ്കൈതക്കോട്ട മേക്കോട്ട ഭഗവതി ക്ഷേത്രത്തിലെ നവീകരണ കലശത്തിനും താലപ്പൊലി ഉത്സവത്തിനുമുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ. നടുവട്ടത്ത് ഉപയോഗശൂന്യമായിരുന്ന കിണറിടം തണലിടമായി മാറി. INS ഉദയൻ അനുസ്മരണം കോഴിക്കോട്ട്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.